ഹലോ ഗായ്സ്, വെൽക്കം ടു അനുരാധാസ് വ്ലോഗ് ബീഹാർ. അപ്പം ഇന്ന് ആണ് സൺഡേ. അപ്പം ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ കുറച്ച് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പോകണമെന്ന്. ബീഹാറി സ്റ്റൈൽ ഫുഡ്. ഇവിടെ ഫസ്റ്റ് തന്നെ പരിപ്പ് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ഇതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വെക്കാമെന്ന് കാണിച്ചു തരാം. ബീഹാറി സ്റ്റൈൽ പരിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഇതാ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. മസൂർ ദാലാണ് ഇത് അല്ലമ്മ. എന്നിട്ട് ഇതിൽ പൊടികൾ വെക്കാൻ പോകുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല. ഇത് ലൈറ്റ് പോകാൻ കാരണം എന്താ അറിയോ? എൻ്റെ ഫോൺ ചൂടായി, അങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഓഫായിപ്പോയി. അതാണ് വെളിച്ചില്ലാത്ത. അങ്ങനെതാ പരിപ്പ് അടുപ്പമില്ല ഉണ്ടാക്കണം കേട്ടോ. പരിപ്പും ചോറൊക്കെ അടുപ്പമിൽ തന്നെ ഉണ്ടാക്കല്. ചെറിയ സാധനങ്ങളൊക്കെ ഗ്യാസും ഉണ്ടാക്കലുള്ളൂ. അങ്ങനെ ഇത് വെച്ച് ഇത് തിളയ്ക്കുന്ന വരെ ഉണ്ടാവേ. അങ്ങനെ പരിപ്പാവുന്ന വരെ ഞാനിവിടെ ചീര പറിക്കുന്ന വെച്ച്. പോയോ ചീരാണ്. ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചീര. അവിടെ കുറേ ഉണ്ട്. അപ്പോൾ പരിപ്പാവുന്ന വരേക്കും ഇത് പറിച്ചിട്ട് ഇത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. എന്താട്ടോ ചീര. ഇവിടെ ഇതിന് എന്താ പറയുക എനിക്കറിയില്ല. ഇവിടെ ഉണ്ടാക്കലുണ്ടോയെന്നും അറിയില്ല. ഞങ്ങളവിടെ പോയോ ചീര എന്നുണ്ടോ പറയാ. ഇത് വലിയൊരു വള്ളിയാണേ. ഇവിടൊക്കെ ഉണ്ട്, പടർന്നിട്ടുണ്ട്. ഇവിടൊക്കെ ഉണ്ട്. അങ്ങനെ ഇത്രയും ചീര കിട്ടിയിട്ടില്ല. ഇത് കുറേ കേട്ടോ, കുത്തി കുത്തി വെച്ചിക്കതില്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പരിപ്പ് ഏകദേശം ആയിട്ട് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. ആയിട്ടുണ്ട്. ഇത് ഓയിൽ വെച്ചു. ഉണക്കമുളക്, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ജീരകം വെക്കാം. ഇവിടെ ചീര ഇത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് വെക്കാൻ പോവാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇതില് കുറച്ചേരം മൂടിയൊക്കെ വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വേവുന്ന വരെ. ചീര ഇവിടെ ആയിട്ടുണ്ട്. ഈ ചീര പെട്ടെന്നായിട്ടോ അല്ലമ്മ. ഇത് പരിപ്പിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഓയിൽ വെച്ചു.
വെളുത്തുള്ളി, കുറച്ച് ഉണക്കമുളക്, പിന്നെ ഇത്തിരി ജീരകം, കുറച്ച് കായപ്പൊടി, ഇതാട്ടോ ഹിന്ദിയിൽ ഹീങ് എന്നാണ് പറയാ. പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല സ്മെല്ല് വരുന്നുണ്ടേ. ഇത് ചോപ്പാവുന്ന വരെ ഇത് ഇതാക്കുവേ. ഇവിടെ അതായിട്ടോ, നമുക്കിത് പരിപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ടേ. അങ്ങനെ ഇതാട്ട് ഇവിടെ പപ്പടം ഫ്രൈ ചെയ്യാൻ പോകണേ. ഇത് ഞങ്ങൾ നാടത്തെ പപ്പടമാണേ, എത്ര വലിപ്പമുണ്ട്. ഇത് 4 ആക്കിയിട്ട് ആണ് കേട്ടോ ഫ്രൈ ചെയ്യാം. പിന്നെന്താ ഇതും കൂടി ഫ്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഉച്ച ഫുഡ് റെഡി ആയിട്ടുണ്ടേ. ഞാൻ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞുതരാം. ഇത് ചട്നി, ചീര, ചക്കയും മാങ്ങയും കൂടിയുള്ള അച്ചാറാണ്. ഞങ്ങൾ ബീഹാറി അച്ചാർ ഇട്ടത്. പിന്നെ പരിപ്പ്, പപ്പടം, പിന്നെ ചോറ്. ഇതൊക്കെയാണ്. നിങ്ങൾക്കും സ്വാഗതം. കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണം. എനിക്ക് വിശക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോണേ. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണേ ഭക്ഷണം. നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ. ഞാൻ അടുത്ത ഡിഷിലെ ആയിട്ട് വരാം. ഈ നൈറ്റിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വരാം. ഓക്കെ, അപ്പോഴേക്കും എനിക്ക് കുറച്ച് മാർക്കറ്റിൽ പോകണ്ട്. അത് പോയി വന്നിട്ട് നൈറ്റ് ഫുഡ് ഉണ്ടാക്കുള്ളൂ. അപ്പോഴേക്ക് ബൈ ബൈ. അങ്ങനെ ഞാൻ കുടുംബശ്രീ പോയി വരികയാണേ. അമ്മ പോവില്ല, അവിടെ മലയാളം പറയേണ്ടി വരും വെച്ചിട്ട്. അമ്മയ്ക്ക് മലയാളം അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ കുടുംബശ്രീ പോവല്. അങ്ങനെ അവിടെ നിന്ന് പാലും വാങ്ങി വൈകുന്നേരം ചായക്ക് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ചായ ഉണ്ടാക്കും. ഞാനല്ല, അമ്മ ചായ ഉണ്ടാക്കും. ഇവിടെ നന്നായിട്ട് ചാളിപ്പില്ല. ഇന്ന് കുറച്ച് വെയിലായിരുന്നു, നന്നായി. അല്ലെങ്കിൽ മൊത്തം വെള്ളം നിറഞ്ഞെടുക്കും അവിടെ. അപ്പം ഇനി പോയി ചായ ഉണ്ടാക്കട്ടെ. ഗായ്സ്, ഇന്ന് നൈറ്റിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ കഴിച്ച ഫുഡ് തന്നെയാണ് കഴിച്ചത്. സംഭവം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്തുനിന്നാണ് കഴിച്ച് വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കണ്ടെന്ന് വെച്ച്. പിന്നെ ഞാനും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞില്ല. വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.